ഇന്ന് ഇസ്ലാമോഫോബിയെ കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫോബിയെ നേരിടാൻ 2 വഴിയാണ്. ഒന്നാമത്തെ വഴി എന്താ അറിയോ? എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുക. അത് ഇസ്ലാമോഫോബിയനെ എതിർക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണ്. കാരണം എന്താ? വേറുള്ളവർ എന്താണോ ഇസ്ലാം എന്ന് ആഗ്രഹിക്കുന്നത് അതേപോലെ അവർ പറയുന്നത് തന്നെയാണ് ഇസ്ലാം എന്ന് സമ്മതിച്ചു കൊടുക്കുക. അത് സമ്മതിച്ചു കൊടുത്താൽ പിന്നെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അവർ പറയണത് നിങ്ങൾ ഈ 5 വക്തൊന്നും നിസ്കരിക്കണ്ട, ഒരു 3 വക്ത് നിസ്കരിച്ചാൽ മതി. ശരി, ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചോളാം. നിങ്ങൾ ഈ ബാങ്കൊന്നും പുറത്തേക്ക് കൊടുക്കണ്ട, എന്നാൽ ഞങ്ങൾ ഇനി കൊടുക്കണില്ല. അങ്ങനെ അവരെങ്ങനെ പറയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊടുക്കുക. അപ്പോൾ ഇസ്ലാമോഫോബിയക്ക് എന്ത് ചെയ്യും? ഒരു പരിഹാരം ഉണ്ടാവും. ആ പരിഹാരമാണോ മുസ്ലിങ്ങളിവിടെ നിർവഹിക്കേണ്ടത്? ആണോ? അങ്ങനെ ഇസ്ലാമോഫോബിയനെ പ്രതിരോധിക്കാൻ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. ഇസ്ലാമോഫോബിക്കിനെ അഥവാ ഇസ്ലാം പേടിയെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് എങ്ങനെ? ഇസ്ലാമിലുള്ളത് ഉള്ളതുപോലെ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ അജ്ഞത നീക്കിക്കൊണ്ട് അവരുടെ ബുദ്ധിയോട് സംവദിച്ചുകൊണ്ട് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അങ്ങനെ നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടുകൂടി സതുപദേശത്തോടുകൂടി നിങ്ങൾ ആളുകളെ ക്ഷണിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുള്ളത്. അപ്പൊ ജനങ്ങൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? കാര്യങ്ങൾ മനസ്സിലാക്കും, തെറ്റിദ്ധാരണകൾ നീങ്ങും. അതാണ് ഇസ്ലാമോഫോബിയെ ഇല്ലാതെയാകാൻ ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് നിർഭയത്വം ഉണ്ടാകുക. നമ്മുടെ നിർഭയത്വം നമ്മൾ വിളിച്ചു വരുത്തേണ്ടത് ഇസ്ലാമിനെ അവർക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ടല്ല, മറിച്ച് പ്രമാണങ്ങളിലുള്ളത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം. അതിന് കുറച്ച് പണിയുണ്ട്. ക്ഷമ ആവശ്യമുണ്ട്, സഹനം ആവശ്യമുണ്ട്, പഠനം ആവശ്യമുണ്ട്, ഒരുപാട് അധ്വാനം ആവശ്യമുണ്ട്. ആ അധ്വാനമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. ഇന്ന് ആ രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ? ഇപ്പം നമ്മളെ നാട്ടിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ അർത്ഥം കൃത്യമായി പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇപ്പോൾ വിഷമമുള്ള രീതിയിലാണ്. എന്താ? നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അപ്പോൾ ചില ആൾക്കാർ എന്തിനീ മാത്രം എന്ന് പറയുന്നത്? അതേപോലെ തന്നെ ഇസ്ലാം മാത്രമാണ് മോക്ഷത്തിൻ്റെ മാർഗം, ഇസ്ലാം മാത്രമാണ് പരലോകത്ത് വിജയത്തിൻ്റെ മാർഗം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം മാത്രമേ അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകരിക്കുള്ളൂ. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങുന്നത്, നിങ്ങൾ എന്തിനാ ഇസ്ലാം മാത്രം ശരി എന്ന് പറയുന്നത്? ഇസ്ലാം മാത്രമേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്നത്? ഇവിടെ എല്ലാ മതത്തിലും ശരിയില്ലേ? എല്ലാ ദർശനത്തിനും ശരിയില്ലേ? ആ കൂട്ടത്തിൽ ഇതും ശരിയെന്ന് പറഞ്ഞാൽ പോരെ? ഇതാ ചോദിക്കുന്നത്. അത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയുന്നതാണത്രേ ഇവിടെ കുഴപ്പങ്ങൾക്ക് കാരണം. അത് ഇൻ്റെത് മാത്രമാണ് ശരി എന്നൊരാൾ പറയുന്നതാണ് ഇവിടെ വിഘടനവാദവും ഭീകരവാദവും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. എവിടേക്കാണ് നമ്മുടെ നാട് പോണത്? തിരുത്തണ്ടേ ഇത്? ഇപ്പൊ ചില മുസ്ലിം പേരുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ അതിന് ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി തന്നെയാണ്, നമ്മളത് മാത്രം ശരിയെന്ന് പറയണ്ടല്ലോ. അത് വിവരമില്ലായ്മയാണ്, അത് ജഹാലത്തിന് കയ്യും കാലും മുളച്ചതാണ്. എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? എല്ലാതും ശരിയാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? അല്ല. എല്ലാ വിശ്വാസത്തോടും കൂടി ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുതെന്ന്. ഇസ്ലാം അല്ലാത്തതിനെ നിങ്ങൾ മതമായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. എത്ര കട്ടായം പറഞ്ഞ മതമാണ്. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവാണ് സാക്ഷാൽ ദൈവമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതല്ല ഇസ്ലാമിന്റെ വിശ്വാസം. ഞാൻ എന്താ നമ്മൾ ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റില്ല എന്നുണ്ടോ? നമ്മളെ ഭരണഘടന അതിന് അനുവാദം തരുന്നില്ലേ? ഭരണഘടന അനുവാദം തരുന്നുണ്ട്. അവരവരുടെ മതം വിശ്വസിക്കാനും അത് ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അപ്പൊ എപ്പോഴാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാകുക? സമൂഹത്തിൽ കുഴപ്പമുണ്ടാകുക എൻ്റെത് മാത്രം ശരി എന്ന് പറയുമ്പോഴല്ല. എൻ്റെ ശരി മറ്റുള്ളവർ നിർബന്ധമായും സ്വീകരിച്ചിരിക്കണം എന്ന ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുമ്പോഴാണ് അത് വിഘടനവാദത്തിന്റെ വഴിയായി മാറുന്നത്, അത് ഭീകരവാദത്തിന്റെ വിത്തായി മാറുന്നത്. അതിന് ഇനി ആരിവിടെ പാർലമെന്റ് ഒരു ബില്ല് പാസ്സാക്കിയാലും ഇസ്ലാം അത് അനുവദിക്കൂല. ഇന്ത്യ രാജ്യം അനുവദിക്കണെന്ത്? നിങ്ങൾ എല്ലാവരും മതത്തിക്കും നിർബന്ധിച്ച ആളെ കൊണ്ടുവന്നോളി എന്ന് പറഞ്ഞാലും ലാ ഇക്റാഹ ഫിദ്ദീൻ,
മതത്തിൽ ബലാത്കാരമില്ല. ഫദക്കിർ ഇൻ നഫഅതി ദിക്റ. ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ആ ഉപദേശം നൽകുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നിർബന്ധിക്കാൻ വകുപ്പില്ല മതത്തില്. അതിന് രാജ്യം അനുവദിച്ചിട്ടും കാര്യമില്ല. അപ്പൊ എന്താ പ്രശ്നം? ഞങ്ങളത് മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുകയും അതിലേക്ക് മറ്റുള്ളവരെ നിർബന്ധപൂർവം കൊണ്ടുവരികയും അല്ലെങ്കിൽ അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് സ്വച്ഛാധിപത്യം എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് വിഘടനവാദം എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് ഭീകരവാദം എന്ന് പറയുന്നത്. ആ ഭീകരവാദവും ആ വിഘടനവാദവും ഈ രാജ്യത്ത് മുളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് ഞാൻ ഇവിടെ പറയേണ്ടതില്ല. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ന്യൂസുകൾ കാണുന്ന എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. ആളുകളെ തച്ചു കൊല്ലുന്നത് എന്തിന്റെ പേരില? അല്ലേ? ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിലാണ്. ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിലാണ് ഞങ്ങൾ പറയുന്ന ഭക്ഷണമേ ഇവിടെ കഴിക്കാൻ പാടുള്ളൂ എന്ന തിട്ടൂരം. ആ തിട്ടൂരം നൽകുന്ന ആളുകളാണ് എന്തു പറയുന്നത്? ഞങ്ങളുടെ നാൾ മാത്രമാണ് ശരി എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആദർശ പ്രയാണം ഇതാ കേരളത്തോട് പ്രഖ്യാപിക്കുന്നു. ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാൻ ഇസ്ലാം അനുവദിക്കുന്നു, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നു. പക്ഷെ അത് അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും ഒരാൾക്കും അവകാശമില്ല. അത് മുസ്ലിമീങ്ങൾ ഒരിക്കലും ചെയ്യുകയുമില്ല. ഒരാശയം അടിച്ചേൽപ്പിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുക. അല്ലാതെ സ്വന്തം ആത്മാർത്ഥമായിട്ട് ഇന്റേതാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് കുഴപ്പമല്ല. ഒരു മാർക്സിസ്റ്റുകാരൻ മാർക്സിസമാണ് ശരി എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം, അപ്പോൾ അയാൾക്ക് ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. ഒരു BJP-കാരൻ BJP ആണ് ശരി എന്ന് അയാൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴേ അയാൾക്ക് BJP-യോട് ഒരു ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. ഒരു മുസ്ലിം ലീഗുകാരൻ എന്റെ പാർട്ടിയാണ് ശരി എന്ന് വിശ്വസിക്കുമ്പോഴേ അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഒരു കോൺഗ്രസ്സുകാരന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ ഇവിടെ ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയമല്ല, ഇപ്പോൾ ചെറിയൊരു പ്രസ്താവനന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ എന്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ കാണിക്കാറുണ്ട് അല്ലേ? അപ്പൊ രാഷ്ട്രീയ രംഗത്തൊക്കെ അവനാൻ്റെതാണ് ശരിയെന്നും അല്ലേ, വേറൊരാളൊപ്പം വേദി പങ്കിട്ടതിന്റെ പേരിൽ ഇവിടെ എത്ര പാർട്ടികൾ വളർന്നിട്ടുണ്ട്, എത്ര ആളുകൾക്ക് സീറ്റ് നഷ്ടമായിട്ടുണ്ട് അല്ലേ? ഇന്ത്യക്കാരൻ ഞങ്ങൾ ആദർശം, ഞങ്ങളെ നയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ നിൽക്കണത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ മതത്തിനും വ്യത്യസ്ത ഗ്രന്ഥങ്ങളാണ്, വ്യത്യസ്ത വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അവനാൻ്റെതാണ് ശരിയെന്ന് വിശ്വസിച്ച് ജീവിക്കാൻ ഇവിടെ പറ്റണം. അത് ഇന്നലെ പറ്റിയിട്ടുണ്ട്, ഇന്ന് പറ്റുന്നുണ്ട്, നാളെയും അതിന് സാധിക്കണം. അതൊന്നും പറഞ്ഞിവിടെ ആശയക്കുഴപ്പം ആരും ഉണ്ടാക്കണ്ട. ഇവിടെ സൗഹാർദ്ദത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകണം. ആ സൗഹാർദ്ദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവനവന്റെ ശരിയിൽ വിശ്വസിക്കുകയും അത് വളരെ സൗഹാർദ്ദത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു പോവുകയും തൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവനെ എല്ലാ അർത്ഥത്തിലും വിരോധിയായി കാണുക എന്നതല്ല ഇസ്ലാം കാണുന്നത്. നമ്മളിവിടെ എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ പ്രബോധിത വിഭാഗമാണ്. അവരോടെല്ലാവരോടും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഇപ്പോൾ ഒരു ബൈക്ക് ഇതിലാണ് പോകുമ്പോൾ സ്റ്റാൻഡ് തട്ടാതെ പോകുമ്പോൾ നമ്മൾ എന്ത് കാണും? നമുക്ക് അയാളെ പരിചയമൊന്നുമില്ല, പക്ഷെ നമ്മൾ കൈ കൊട്ടി വിളിക്കും അല്ലേ, ആർത്ത് വിളിക്കും. എന്നിട്ട് പറയും എന്തേ, അയാൾ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കിയാൽ പറയും ആ സ്റ്റാൻഡ് തട്ടി പോകട്ടെ എന്ന് പറയും. നമ്മൾ അയാളെ പേര് നോക്കിയിട്ടാണോ പറഞ്ഞ്? അല്ല, അയാൾ അപ്പുറത്ത് പോയിട്ട് വീണ അവസ്ഥ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ, അത് അയാളുള്ള സ്നേഹമാണ്. അതേപോലെ സുഹൃത്തുക്കളെ, നമ്മൾ ഏത് വിഭാഗമാകട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ആരായാലും പടച്ചോൻ്റെ അടുത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈ ഏകദൈവ വിശ്വാസം സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ സത്യം നമ്മളെല്ലാവരോടും പറയണം. അത് അവരോടുള്ള സ്നേഹമാണ്. അതിനു വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളതിനോടൊപ്പം സഞ്ചരിക്കണം.